ചെയ്യുന്നവർക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്യാനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ അപ്ലോഡ് ചെയ്യാതെയും സബ്സ്ക്രൈബേഴ്സിനെ നേടാനാകും. ഞാൻ ഈ പറയുന്ന കാര്യമെല്ലാം സബ്സ്ക്രൈബേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. പക്ഷേ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനലിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒരാൾ കാണുന്നത്. നമ്മുടെ ചാനൽ ഒരാൾ സന്ദർശിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥയെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊരു മാളിൽ ആദ്യമായിട്ട് പോകുമ്പോൾ അതിൽ ഓരോ ഷോപ്പിലും അതിൻ്റെ ബോർഡും ലോഗോയും പുറത്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റും ഒക്കെ അനുസരിച്ചാണ് അത് ഏത് തരം ഷോപ്പാണെന്നും എന്ത് പ്രോഡക്റ്റാണ് അവിടെ നിന്ന് ലഭിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. പുറമെ നല്ല ക്വാളിറ്റി തോന്നുന്ന ഒരു ഷോപ്പ് നമ്മളെ ആകർഷിക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലും. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്ന ഒരാൾക്ക് എന്ത് തരം കണ്ടന്റ് ആണ് നമ്മുടെ ചാനലിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാകണം. ഇതിനായിട്ട് നല്ലൊരു ബാനർ ഉണ്ടായിരിക്കണം, ലോഗോ ഉണ്ടായിരിക്കണം, എബൌട്ട് സെക്ഷനിൽ ചാനലിനെ പറ്റി വിശദമായിട്ട് എഴുതി. ചാനലിൽ മറ്റ് കസ്റ്റമൈസേഷൻ എല്ലാം ചെയ്തിരിക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് ചാനൽ ട്രെയിലർ ഉൾപ്പെടുത്തിയിരിക്കണം. കസ്റ്റമൈസേഷൻ ഓപ്ഷനിൽ ലേഔട്ടിൽ നമുക്ക് ചാനൽ ട്രെയിലർ ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നമ്മുടെ ചാനലിനെ പറ്റി ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മുടെ മോസ്റ്റ് വ്യൂഡ് വീഡിയോ ആഡ് ചെയ്യാം. പിന്നീട് നമ്മുടെ ചാനലിൽ അത്യാവശ്യം വീഡിയോസും ഉണ്ടായിരിക്കണം. എല്ലാ ചാനലിലും ഒരുപോലെ ഗ്രോത്ത് ഉണ്ടാവുകയില്ല. ചില ചാനലിൽ കുറച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സ് ആകും. ചില ചാനലിൽ പതുക്കെയായിരിക്കും സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കണം. പുതിയൊരു വ്യൂവർ നമ്മുടെ ചാനലിൽ സന്ദർശിക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് ചാനലിൽ ഉള്ളത് നല്ലതാണ്. പ്ലേലിസ്റ്റും ചാനലിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ ചാനൽ കസ്റ്റമൈസ് ചെയ്താൽ ചാനലിൽ വരുന്ന ഓഡിയൻസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ന്യൂ വ്യൂവർ നമ്മുടെ ചാനലിലേക്ക് വരാൻ യൂട്യൂബിൽ നിന്ന് ഇംപ്രഷൻ പോകണം. അതിനായിട്ട് യൂട്യൂബ് ഇംപ്രഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ചാനലിലേക്ക് ഒരു വ്യൂവർ വരുമ്പോൾ ചാനലിലെ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് വീഡിയോ 4 മാസം മുൻപൊക്കെയാണ് അപ്ലോഡ് ചെയ്തതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ആ ചാനലിൽ തുടർച്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നില്ലെന്ന് അവർക്ക് മനസ്സിലാകും. നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിൽ 2 വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഇടയ്ക്ക് മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ 1-2 മാസം വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നാൽ യൂട്യൂബ് ഇംപ്രഷൻ കുറയും. അതിനാൽ ഈ വീഡിയോ പുതിയ ഓഡിയൻസിലേക്ക് എത്തില്ല എന്ന് മാത്രമല്ല ഉള്ള സബ്സ്ക്രൈബേഴ്സ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നപ്പോൾ എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ നേടാമെന്ന് നോക്കാം. ഇത് ഞാൻ പ്രൂഫ് സഹിതം ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ചാനലിൻ്റെ അനലിറ്റിക്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ടന്റ് എന്ന ഓപ്ഷൻ കാണാം. ഇതിൽ വീഡിയോസിൻ്റെയും ഷോർട്സിൻ്റെയും ഒപ്പം പോസ്റ്റും കാണാം. ഇത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബ് വഴി പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ അനലിറ്റിക്സ് ആണ്. ഇവിടെ ഫസ്റ്റ് ഇംപ്രഷൻസ് നമുക്ക് കാണാം. ഇത് ലൈഫ് ടൈം ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. 6 ലക്ഷത്തിന് മുകളിലാണ് ഇംപ്രഷൻ ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് നോൺ സബ്സ്ക്രൈബേഴ്സിലേക്കും പോകും. സോ പോസ്റ്റ് വഴി നമ്മുടെ ചാനലിലെത്തി വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റും. 3600 ലൈക്കാണ് ഈ പോസ്റ്റിന് മൊത്തം ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാണാം. 269 സബ്സ്ക്രൈബേഴ്സിനെയാണ് ഈ പോസ്റ്റിലൂടെ മാത്രം കിട്ടിയത്. അപ്പോൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാതെ തന്നെ 269 സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടി. ഈ ഒരു ചാനൽ ഞാൻ പ്രത്യേകതര ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ നെയിം റിവീൽ ചെയ്യാൻ സാധിക്കാത്തത്. ഇനി ഞാൻ വേറൊരു ചാനൽ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ചാനലാണത്. 2 ലക്ഷത്തിന് മുകളിലാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. 432 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്ന ഒരു ചാനലാണ്. ഇതിലെ വീഡിയോസിൻ്റെ വ്യൂസിനേക്കാൾ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾക്കാണ് ലൈക്സ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഇംപ്രഷൻ കിട്ടിയിട്ടുമുണ്ട്. അതിൽ നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സും ലഭിച്ചിരിക്കാം. അടുത്തതായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ ഏറ്റവും മികച്ച ഒരു കാര്യം നമുക്ക് നോക്കാം. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണിത്. ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഇംപ്രഷൻ കിട്ടും. കാരണം ഈ ഷോർട്ട് വീഡിയോ എല്ലാ ട്രാഫിക് സോഴ്സിലൂടെയും പോകും. അത് മാത്രമല്ല ഷോർട്സ് കൂടുതലും നോൺ സബ്സ്ക്രൈബേഴ്സിലേക്കാണ് പോകുന്നത്. ഷോർട്ട് വീഡിയോസിന് പൊതുവെ ലോങ് വീഡിയോസിനേക്കാൾ കുറഞ്ഞ കാലയളവിൽ കൂടുതൽ വ്യൂസ് ലഭിക്കും. ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 28 ഡേയ്സിൽ 8 ലക്ഷം വ്യൂസും 1.2 മില്യൺ ഇംപ്രഷനുമാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നിന്ന് 2000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സും നേടിയിട്ടുണ്ട്. ഇത് ലൈഫ് ടൈം നോക്കുകയാണെങ്കിൽ 10 മില്യൺ പ്ലസ് വ്യൂസും 14 മില്യന് മുകളിൽ ഇംപ്രഷനുമൊക്കെ ലഭിച്ചിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ നോക്കുകയാണെങ്കിൽ 43,000 സബ്സ്ക്രൈബേഴ്സാണ് ഇതിൽ നിന്ന് ലഭിച്ചത്.
അതുകൊണ്ട് തന്നെ ഷോർട്സ് നല്ലൊരു മാർഗ്ഗമാണ് സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ. സബ്സ്ക്രൈബേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നവർ മാത്രം ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഷോർട്സിലൂടെ വാച്ച് ടൈം അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യാൻ നേരം 10 മില്യൺ വ്യൂസ് 90 ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അടുത്തതായിട്ട് സബ്സ്ക്രൈബേഴ്സിനെ നേടാനുള്ള ഒരു മാർഗ്ഗം ട്രെൻഡിങ് കണ്ടന്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ട്രെൻഡിങ് കണ്ടന്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് വീഡിയോ വൈറലാകാനും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ അതിൽ നിന്ന് നേടാനുമാകും. ട്രെൻഡിങ് കണ്ടന്റ് പെട്ടെന്ന് റീച്ച് ആകുന്നതിനാൽ കൂടുതൽ ഇംപ്രഷനും സെർച്ചിലൂടെ കൂടുതൽ വ്യൂസും ലഭിക്കും. ട്രെൻഡിങ് വീഡിയോ ഐഡിയാസ് കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ട്രെൻഡിങ് ടോപ്പിക്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ നേടാം. അതായത് 5 മിനിറ്റിന് മുകളിലുള്ള വീഡിയോസ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനോടൊപ്പം ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെടും. അതിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. 2-3 മിനിറ്റുള്ള വീഡിയോയേക്കാൾ ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോസിൽ നിന്നാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കുന്നത്. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വലിയ ചാനൽസ് ഒക്കെ ചെക്ക് ചെയ്താൽ ഇതിൽ കൂടുതലും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എൻഡ് സ്ക്രീൻ ശരിയായ രീതിയിൽ സെറ്റ് ചെയ്യുന്നതിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ സാധിക്കും. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു വശത്ത് നമ്മുടെ ചാനലിൻ്റെ ലോഗോ സെറ്റ് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് ചാനലിലേക്ക് പോകാവുന്നതാണ്. ഇനി നമുക്കൊരു വീഡിയോ ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ ഇടതുവശത്തായിട്ട് മോസ്റ്റ് റീസെൻറ്റ് അപ്ലോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വരുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടുകയും കൂടുതൽ വ്യൂസും ഇംപ്രഷനും ലഭിക്കുകയും ചെയ്യും. ഇതിലൂടെ സബ്സ്ക്രൈബേഴ്സും ലഭിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം